ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് A4 ഷീറ്റ് എടുക്കുക. അത് നമ്മൾ വെട്ടിയെടുക്കുന്ന കഷ്ണം സമചതുരമായിട്ട് ഇരിക്കണം, എങ്കിൽ നമുക്ക് വെട്ടുമ്പോൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇതളുകൾ കിട്ടുള്ളൂ. കണ്ടോ, ഞാനിപ്പോൾ ഒരു ബ്ലൂ A4 ഷീറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമമായിട്ട് വെട്ടിയെടുക്കണം. നമ്മൾ സമചതുരത്തിൽ അളന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവെടുക്കാം. വലിയ പൂ വേണമെങ്കിൽ അതിനനുസരിച്ച്, പക്ഷെ അത് സമചതുരമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്കങ്ങനെ വെട്ടിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു A4 ഷീറ്റ് കൊണ്ട് ഈ പൂ ഉണ്ടാക്കാനായിട്ട് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അതിന് ഈ ചതുരം ഇതുപോലെ സമമായിട്ട് മടക്കുക, പിന്നീട് ഇങ്ങോട്ട് തിരിച്ചും മടക്കുക, നല്ലതുപോലെ ഒഴിഞ്ഞ് മടക്കിയെടുക്കുക. കണ്ടോ, ഇനി അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ മടക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ഇതളുകളിലേക്കും ഒരു മടക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും. നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ അങ്ങനെ ഒരു മടക്ക് അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് ആക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു അളവിൽ ഒരു ഇതളിൻ്റെ ഒരു രൂപം നമുക്കിതിൽ വരച്ചെടുക്കണം കേട്ടോ. ഇതിലിങ്ങനെ പെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. കണ്ടോ, ഇപ്പുറത്ത് വരയ്ക്കണമെന്നില്ല കേട്ടോ, ഞാനതൊരു ഷേപ്പിന് വരച്ചെന്നുള്ളൂ. ഒരു സ്ഥലത്ത് മാത്രം വരച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആ ഏരിയ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇറക്കി കട്ട് ചെയ്യാം, നല്ല ഉള്ളിലേക്ക് ഇതളായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. കണ്ടോ, കണ്ടില്ലേ? ഇനി നമുക്കൊന്നുകൂടി ഇനി മടക്ക് വരുത്താനായിട്ട്, കണ്ടില്ലേ, അതിന് സെൻറ്റർ പിടിച്ച് മടക്കുക. കണ്ടോ, എന്നിട്ട് ഓരോ ഇതളിനും ഇതേപോലെ മടക്കി മടക്കി ഒഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ആ മടക്ക ശരിക്കും ഇതളിൻ്റെ ഒരു തോന്നും നമുക്ക്. ഇതിനൊരു ഒറിജിനാലിറ്റി, ഒരു നാച്ചുറലായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നാനായിട്ടാണ് കേട്ടോ അതിനിങ്ങനെ മടക്കി കൊടുക്കുക. ഇതളിനെ റോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുരുട്ടി വിടാറില്ലേ, അതേപോലെ ഇതിനെ മടക്കി കൊടുക്കുക. ഈ പൂവിന് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഓരോ മടക്കുകളും മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ ഒരു 5 ഇതൾ മടക്കിയിട്ടുണ്ട്. 4 ആവശ്യമുള്ളൂ, പക്ഷേ എനിക്കിതിൽ ഇങ്ങനെ 5 കിട്ടി. എത്ര ഇതളായാലും കുഴപ്പമില്ല, പൂവിന് ഭംഗി കൂടെയുള്ളൂ കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണങ്ങൾക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യണത്, ഈ ഹാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ പൂവിന് നല്ല ഭംഗിയാണ് ഇരിക്കുന്നത്. ഇതളിപ്പോൾ എത്ര കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 5 ഇതളാണ് ഞാൻ എടുത്തേക്കണത്. 3 ആദ്യം വെച്ച്, രണ്ടാമത് മേലേക്ക് 2 ഉള്ളത് മേലെ വെക്കുക. ഇത് ഇനി അതിൻ്റെ ഉള്ളിലേക്കുള്ള ഇതളാണ് കേട്ടോ ഞാൻ വെട്ടണത്. അതും ഒരു ചെറിയ സമചതുര കഷ്ണമാണ്. അതിൽ കണ്ടില്ലേ, അതിന് നമ്മൾ 3 ഇതളുകൾ വരച്ചിട്ടാണ് വെട്ടിയെടുക്കണത്. കണ്ടോ, എന്നിട്ട് അതിന് കുഞ്ഞു കുഞ്ഞാക്കി അതിനെ ആക്കിയെടുക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ പിടിച്ചിട്ടൊന്ന്, കണ്ടോ, ഒരു തൊപ്പി പോലെ ഒരു കുഞ്ഞൊരിതായിട്ട് കിട്ടില്ല, അതേപോലെ നമ്മൾ ഒന്ന് അതിനെ അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 4 അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ഉള്ളിൽ വശത്ത് നമുക്ക് അരി പോലെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ സാധനം, അത് നമുക്ക് ഇതേ കളറിൽ തന്നെ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ സാധനത്തിന് നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെയുള്ള ഇതിനെ നമുക്ക് കട്ട് ചെയ്യുക, സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അയ്യോ, ഭയങ്കര ചെറിയ നൈസായിട്ടാണ് ഇരിക്കണത്. നമുക്കതിനെ എന്നിട്ട് ഒട്ടിച്ചെടുക്കണം. ഈ ഫുള്ളിന് നമുക്ക് ഒട്ടിച്ചിട്ട് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഓരോ ലെയറിന് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അവിടെ വെച്ചൊട്ടിക്കാം. അതുപോലെ എല്ലാം നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ കഷ്ണങ്ങൾ കട്ടാക്കി എടുത്തേക്കണത് മുഴുവൻ ഇതുപോലെ ഒറ്റ ഇതായിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കാം. അങ്ങനെ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വെട്ടിയ അതേ ലെവലിൽ തന്നെയായിട്ടായാലും നമുക്ക് ചുറ്റാം. പക്ഷേ ആ ചുറ്റൽ റെഡിക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒറ്റയാക്കി എടുത്ത് ചുറ്റുന്നത്. കണ്ടോ, അതിനെ ചുറ്റി നമുക്ക് ഇനി ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞോളാം, 3 ആദ്യം ഒട്ടിച്ച്, പിന്നെ 2 മേലെ ഒട്ടിച്ചു. അങ്ങനെ 5 ഇതൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ കാണിച്ചില്ലേ തൊപ്പി പോലെ ഒരു 4 ഉണ്ടാക്കിയത്,
അതിനെ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. ഈ ചെറിയ കണ്ടോ, ഈ ചെറുതിനെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ ഈ അരി പോലെ വെട്ടിയെടുത്ത സംഭവം ഒട്ടിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള പൂവിൻ്റെ അഴകൊക്കെ കിട്ടുള്ളൂ. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ പിള്ളേർക്ക് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒന്നാണ്. ഇങ്ങനെ കുറേ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടാവും സ്കൂളിലേക്കൊക്കെ ആയാലും അല്ലേ. അപ്പം എല്ലാവരും വീഡിയോ മിസ്സാവാണ്ട് കാണണം കേട്ടോ. ഇതൊക്കെ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, ഓളെന്നും അമർത്തണം. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.